ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അത് രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പാണ്. അപ്പൊ ഇവിടെ ആര് ഘടകകക്ഷി ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആരും മന്ത്രി ആയാലും രാഹുൽ ഗാന്ധിയുടെ ഉറപ്പാണ് അത് നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ പാലിക്കപ്പെടാതെ പോകുന്നത്. ഗണേഷ് കുമാർ മന്ത്രി ആയിരിക്കുമ്പോൾ ശമ്പളം കൊടുക്കുന്ന പോലും ഒരു വാർത്തയാണ്. ഒരു സാധാരണക്കാരൻ, ഒരു സർക്കാർ ജീവനക്കാരൻ അവന് എടുക്കുന്ന തൊഴിലിന് കിട്ടുന്ന വേതനം അതൊന്നും ആഘോഷിക്കപ്പെടേണ്ടല്ലോ, അത് അവന്റെ അവകാശമാണ്. CP ജോൺ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കെല്ലാം അറിയാം. വളരെ ബ്രില്യൻ്റ് ആയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അവധാനതയോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിയുന്ന, സാമ്പത്തിക രംഗത്തുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വൈജ്ഞാനികമായ അറിവുള്ള ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും CP ജോൺ. CP ജോണിന്റെ കീഴിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി കൂടി ചേർന്ന് ഈ വകുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. UDF അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ എത്തിച്ചതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ, അത് കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന തുകയാകട്ടെ, അത്തരം എല്ലാ കാര്യങ്ങളും സാധാരണക്കാരായ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് KSRTC ബസ്സിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപിക്കുന്ന സമയത്ത് മാനദണ്ഡങ്ങളൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. ഈ സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് തന്നെ പറയുന്നു. മുഖ്യമന്ത്രി തന്നെ പറയുന്നു ജൂൺ 15 മുതലായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത്. അതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. വ്യക്തത വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓർഡിനറി ബസ്സിലാണ് സൗജന്യ യാത്ര നൽകുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും അത്രത്തോളം ഓർഡിനറി സർവീസ് ഇല്ല. തിരുവനന്തപുരം ജില്ലയ്ക്കൊക്കെ വളരെ ഗുണകരമായിരിക്കും ഓർഡിനറി നൽകിയാലും. പക്ഷെ ഇങ്ങോട്ട് വടക്കോട്ട് വരുമ്പോൾ അത്രത്തോളം അത് ഗുണകരമാകില്ല എന്നൊരു കാര്യം കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ഒരു രീതിയിൽ പറഞ്ഞാൽ പറ്റിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അവർ നിരാശരാകുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഇതിന് ഞാനൊരു നല്ല തുടക്കമായിട്ടാണ് കാണുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടികൾ ഓരോന്നായി ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ വളരെ പോസിറ്റീവാണ്. നമുക്കറിയാം, എല്ലാ കാലങ്ങളിലും മുന്നണികൾ നിരവധിയായ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്നു. പക്ഷെ ഒരു വിമർശനമായി തന്നെ പലപ്പോഴും അത്തരം വാഗ്ദാനങ്ങൾ പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ മുഴുവൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പാലിക്കപ്പെടുകയാണ് ഉണ്ടായത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ആദ്യം ധവളപത്രത്തിന്റെ കാര്യം പറഞ്ഞു, സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഓർഡിനറി ബസ്സിലാണ് ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം നൽകുന്നതെങ്കിൽ അതൊരു പോസിറ്റീവായ തുടക്കമാണ്. ഒരുപാട് സ്ത്രീകൾ, ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അത്തരത്തിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അത് വലിയൊരു ആശ്വാസമായി മാറും. അപ്പോഴും വടക്കൻ മേഖലകളിലുള്ള ഒരു ആശങ്ക പറഞ്ഞു. പക്ഷെ അതിന് കൃത്യമായി VT ബൽറാം അടക്കം കേരളത്തിന്റെ നിയമസഭയിൽ ഇത്തരം മേഖലകളിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ ഓൾറെഡി UDFന്റെ മന്ത്രിസഭയ്ക്കകത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായി ഇതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അത് വളരെ ക്രിയാത്മകമായി നടപ്പിൽ വരുത്തുവാനുള്ള നടപടികളുമായി തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ ഫലപ്രദമായി ഇതിൽ നടപ്പിലാക്കുവാൻ UDFന്റെ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ നമുക്ക് ജനങ്ങളിലേക്ക് ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചപ്പോൾ ജനം വിശ്വസിക്കാനും വോട്ട് ചെയ്യാനും കാരണമായത്. ദീർഘദൂര സർവീസുകളിൽ നമുക്കറിയാം യാത്രാ ആനുകൂല്യങ്ങൾ ഫ്രീ ആയി കൊടുക്കുമ്പോൾ അത് ഏതൊരാൾക്കും ചിന്തിച്ചാൽ അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും KSRTC മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ അറിയാം. പക്ഷേ സാധാരണ വളരെ അടിസ്ഥാന മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, വീട്ടിൽ നിന്നും നിശ്ചിത ദൂരപരിധിയിൽ ജോലിക്ക് പോയി വരുന്ന ആളുകൾ, അത്തരത്തിൽ വർക്ക് ചെയ്യുന്നതും ആയ സ്ത്രീകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാകും എന്നത് തന്നെയാണ് ഇതിന്റെ അകത്ത് വളരെ പോസിറ്റീവായി കാണുന്നത്. അല്ല, ഇത് ഉപകാരപ്രദമായിരിക്കും, സ്ത്രീകൾക്ക് നല്ലത് തന്നെ ആയിരിക്കും. അതിപ്പോ ഓർഡിനറി ലഭിച്ചാലും നല്ലതാണ്, അതിൽ തർക്കമില്ല. പക്ഷെ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാനദണ്ഡങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പറയാമായിരുന്നു ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരം ഒരു ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ പറയുന്ന പോലെ KSRTC അത്ര ലാഭത്തിൽ ഓടുന്നതല്ല. സർക്കാർ ഫണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ, ധവളപത്രത്തിൽ പോലും പറയുന്നുണ്ട് സർക്കാർ കടത്തിന്മേൽ കടമാണെന്ന്. അപ്പൊ അങ്ങനെ ഫണ്ട് ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ അത് വീണ്ടും ഒരു അധിക ബാധ്യതയായി മാറില്ലേ? സർക്കാർ തീർച്ചയായും ഫണ്ട് ചെയ്യും. അത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ. KSRTCക്ക് ഈ സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി അഡീഷണൽ ആയി പണം അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വനിതകൾക്ക് യാത്ര സൗജന്യമായി നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ബാധ്യത സ്വാഭാവികമായും അധിക ബാധ്യതയെ വരും. പക്ഷേ അതൊരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിർണായകമായ തുടക്കമായി UDF കാണുകയാണ്. അതുകൊണ്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാന മേഖലയിലുള്ള ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് അത് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആ അധിക ബാധ്യത കൂടി ഏറ്റെടുത്തുകൊണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ അത് തുടക്കം കുറിച്ച് കേരളത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് പോസിറ്റീവായ മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇപ്പോ CMVയുടെ
മന്ത്രി അല്ലെങ്കിൽ CMBയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള CP ജോൺ ആണ് ഗതാഗത വകുപ്പ് മന്ത്രി. CP ജോൺ ചോദിച്ചിരുന്നത് അല്ലെങ്കിൽ CMB ആവശ്യപ്പെട്ടിരുന്നത് സഹകരണ വകുപ്പായിരുന്നു. അത് നൽകാതെ CP ജോണിന് നൽകിയത് ഗതാഗത വകുപ്പാണ്. ഇതിന്റെ അകത്ത് ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാനാകുമോ? കാരണം എന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ചതിൽ നടപ്പിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് KSRTCയിൽ ബസ്സിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുക എന്നതാണ്. കോൺഗ്രസിന്റെ ഒരു മന്ത്രിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ സണ്ണി ജോസഫ് ആകട്ടെ, മുരളീധരൻ ആകട്ടെ, രമേശ് ചെന്നിത്തല ആരാകട്ടെ, ആരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് ഈ പദ്ധതി പരാജയപ്പെടുകയാണെങ്കിൽ കുറ്റം കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ടീം UDF ആണ്, UDFന്റെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അത് കോൺഗ്രസിന്റെ ഒരു മന്ത്രിയുടെ പേരിൽ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചാൽ അതൊരു കോൺഗ്രസിന്റെ മന്ത്രിയുടെ മേൽ വരരുത് എന്ന് കരുതി CP ജോണിന് നൽകിയതാണ് ഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. എന്താന്ന് വെച്ചാൽ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അത് രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പാണ്. അപ്പൊ ഇവിടെ ആര് ഘടകകക്ഷി ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആരും മന്ത്രി ആയാലും രാഹുൽ ഗാന്ധിയുടെ ഉറപ്പാണ് അത് നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ പാലിക്കപ്പെടാതെ പോകുന്നത്. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഉറപ്പാണ് പാലിക്കപ്പെടാതെ പോകുന്നത്. പിന്നെ UDF മന്ത്രിസഭയും പ്രതിപക്ഷത്തിരുന്നപ്പോഴും നമുക്കറിയാം അവിടെ ഘടകകക്ഷികൾ കോൺഗ്രസ് എന്തൊരു വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലായിക്കോട്ടെ, മറ്റ് ഏത് വിഷയത്തിൽ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഒരു അവസരവും കേൾക്കാത്ത, ഒരു നീണ്ടുപോകുന്ന ചർച്ചകളും ഇല്ലാത്ത, മറ്റു ഒരു ഇടപെടലുകൾക്കും അവസരമില്ലാത്ത തരത്തിൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇത്തവണ ഇലക്ഷൻ നടന്നത്, മന്ത്രിസഭ തീരുമാനിക്കപ്പെട്ടത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഘടകകക്ഷികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ MLA-മാർക്ക് നൽകുന്ന, മന്ത്രിമാർക്ക് നൽകുന്ന അതേ പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും CP ജോണിനെ മന്ത്രിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാതിരുന്നാൽ അത് CP ജോണിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു എന്ന് ഒരിക്കലും കോൺഗ്രസോ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ മന്ത്രിമാർ തന്നെയാണ് ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഗ്യാരണ്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു നീക്കവും ഒന്നുമില്ല. CP ജോണിനെ നമ്മൾ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന അറേഞ്ച്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞത് ഈ വകുപ്പാണ്. സ്വാഭാവികമായും അത് ടീം UDFന്റെയും അതിലുപരി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. ഇതിനു മുൻപ് നമുക്കറിയാം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തത് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നു. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നഷ്ടത്തിൽ ഓടാൻ സമ്മതിക്കില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ആ മന്ത്രിയിൽ, ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രിയിൽ പൂർണ്ണ തൃപ്തരല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇനിയിപ്പോ പുതിയ UDF അധികാരത്തിൽ വരുന്നു, CP ജോൺ ആണ് മന്ത്രി, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം KSRTCയിൽ സൗജന്യ യാത്ര നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതോ കാര്യം CP ജോൺ തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് കൊണ്ട് പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നൊക്കെ. അപ്പൊ വലിയ മാറ്റം കൊണ്ടുവരുമോ? നഷ്ടത്തിലോടുന്ന KSRTCയെ ലാഭത്തിലെത്തിക്കാൻ UDF സർക്കാരിന് കഴിയുമോ? തീർച്ചയായിട്ടും CP ജോണിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. CP ജോൺ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കെല്ലാം അറിയാം, വളരെ ബ്രില്യൻ്റ് ആയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അവധാനതയോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിയുന്ന, സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വൈജ്ഞാനികമായ അറിവുള്ള ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും CP ജോൺ. CP ജോണിന്റെ കീഴിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി കൂടി ചേർന്ന് ഈ വകുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ സൗജന്യമായ യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന അധിക ബാധ്യത ബജറ്റിൽ നിന്ന് വകയിരുത്തുമെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ KSRTCയിലേക്ക് വരില്ല. അതിന്റെ ഒരു മാറ്റം നമ്മൾ ഈ 1-ാം തീയതി തന്നെ കണ്ടു. വലിയ വാർത്തകളോ വലിയ ആഘോഷങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കൃത്യമായി KSRTC ജീവനക്കാർക്ക് അവരുടെ ശമ്പളം ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഗണേഷ് കുമാർ മന്ത്രി ആയിരിക്കുമ്പോൾ ശമ്പളം കൊടുക്കുന്ന പോലും ഒരു വാർത്തയാണ്. ഒരു സാധാരണക്കാരൻ, ഒരു സർക്കാർ ജീവനക്കാരൻ അവന് എടുക്കുന്ന തൊഴിലിന് കിട്ടുന്ന വേതനം അതൊന്നും ആഘോഷിക്കപ്പെടേണ്ടല്ലോ, അത് അവന്റെ അവകാശമാണ്. അത് കൃത്യമായി കൊടുത്തു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അത് നമ്മൾ എടുക്കുന്ന തൊഴിലിന്, ഏത് ജീവനക്കാരൻ എടുക്കുന്ന തൊഴിലിന് കിട്ടുന്ന വേതനം അവന്റെ അവകാശമാണ്. അപ്പൊ അത്തരത്തിൽ ഊതിപ്പെരുപ്പിച്ച ജനകീയതയ്ക്കപ്പുറം CP ജോൺ എന്ന് പറയുന്ന മനുഷ്യനും UDFും കുറെ കൂടി ഈ കാലഘട്ടത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് KSRTCയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്ന് KSRTCയെ കുറെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് എൻ്റെ വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നത്.